ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ അത്തരത്തില് നമ്മള് വയനാട് സമഗ്ര വിദ്യാഭ്യാസ പുരോഗതി പരിശോധിക്കുമ്പോൾ വോട്ടർമാരിലുള്ള പങ്കാളിത്തം എത്രത്തോളാണെന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് അതിന് ചില വിമർശനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. അപ്പൊ അത് നമ്മൾ ഇത്രയും വർഷമായിട്ടും, 10-20 വർഷമായിട്ട് വളരെ ആക്സിലറേറ്റഡ് ഒറീസ തുടങ്ങിയ പല സ്ഥലങ്ങളിലുള്ള ഗോത്ര വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതി സംബന്ധിച്ചിടത്തോളം നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഉത്തരമല്ല കിട്ടുക. ഇത് കേരളം അതുവരെ ആ ഒരു കണക്കുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് മുന്നിലാണുള്ളത്. പക്ഷെ അതൊന്നും നമ്മൾ ആ മുന്നിലാണ് എന്ന് പറയുന്നത് കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു അവസാനമില്ല. പക്ഷെ എല്ലാ വിഭാഗം ജനങ്ങളും നമ്മൾ പറയുമ്പോൾ അതിലിപ്പോ ഒരു മൈനോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ എപ്പോഴും നമ്മുടെ മൈനോറിറ്റി ന്യൂനപക്ഷം എന്ന് പറയുന്നത് തന്നെ എപ്പോഴും പ്രശ്നമാണ്. അതുകൊണ്ടാണ് അങ്ങനെ നമുക്കൊരു ഒരു ചെറിയ മനുഷ്യന്റെ പ്രശ്നത്തെ നമുക്ക് ഇങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് എല്ലാ വിഭാഗത്തിലും സമൂഹത്തിലെ ഏറ്റവും അടുത്തത്തിലുള്ള ഒരാൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സാമൂഹ്യ അധികാരം നഷ്ടപ്പെടുമ്പോ, അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള ഒരു സേവനം നഷ്ടപ്പെടുമ്പോ, അല്ലെങ്കിൽ ആ സാമൂഹ്യപരമായിട്ടുള്ള ഒരു നയപരമായിട്ടുള്ള ഒരു അധികാരം നഷ്ടപ്പെടുമ്പോ അതിൽ മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസത്തെ പറ്റി പരിശോധിക്കുമ്പോൾ വയനാട്ടിലുള്ള ഗോത്ര വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിപ്പോ ആരൊക്കെയാണ് നമ്മൾ ഗോത്ര വിഭാഗത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പൊ അതിൽ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ ഉണ്ടാകും, ഇതിൽ ഉൾപ്പെടുന്ന സമൂഹങ്ങളിലുള്ള സാമൂഹ്യ പ്രവർത്തകരുണ്ടാവും, ചുറ്റുപാടുള്ള ആൾക്കാരുണ്ടാവും, അധ്യാപകരുണ്ടാവും, രാഷ്ട്രീയ പ്രവർത്തകരുണ്ടാവും, പോളിസി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും, വിദ്യാഭ്യാസ പ്രവർത്തകരുണ്ടാവും, വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. അങ്ങനെയുള്ള പലതരം ആൾക്കാരെ കുറിച്ചുള്ള ഒരു സംഖ്യയാണ്. അപ്പൊ അവിടെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ? ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടും ഫണ്ടെത്താത്ത പ്രശ്നം, അല്ലെങ്കിൽ അതിനൊക്കെ നമ്മൾ ഒരുപാട് മാറി. എല്ലാ തരത്തിലുള്ള ഫണ്ടുകളും എല്ലാ തരത്തിലുള്ള ക്ഷേമ പരിപാടികളും, പ്രോത്സാഹനത്തിനുള്ള പരിപാടികൾ, അല്ലെങ്കിൽ ഉച്ചഭക്ഷണ പരിപാടികൾ, പ്രാതൽ പരിപാടികൾ, അങ്ങനെ പലതരത്തിൽ മൈക്രോ ലെവലിൽ അംഗങ്ങളുണ്ട്. വളരെയധികം ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ചുറ്റുപാട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓടിക്കുന്ന ആവശ്യമാണ്. പക്ഷെ അതിനൊക്കെ മുമ്പുകൊണ്ട് നമ്മൾ മുമ്പ് പറയുന്നത് ഒരുപാട് ദൂരത്തായിരുന്നു സ്കൂളുകൾ, അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. വിദ്യാലയങ്ങളുടെ പരിപാടി പ്രൊമോട്ട് ചെയ്തതുപോലെ, അല്ലെങ്കിൽ സമാന്തര വിദ്യാഭ്യാസ സ്കൂളുകൾ, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് സ്കൂളുകൾ, മൾട്ടിഗ്രാജുവേറ്റ് ലേണിംഗ് സെന്റേഴ്സ്, അല്ലെങ്കിൽ ഏകാധ്യാപന വിദ്യാലയങ്ങൾ, അങ്ങനെയുള്ള പലതരം പരിപാടികളൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരികയും അതിൽ പലർക്കും വളരെ മികച്ച രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മളൊരു പരിശോധിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ കഴിഞ്ഞ 2 വർഷമായിട്ടും നമ്മുടെ ഒരു കണക്ക് പ്രകാരം, അല്ലെങ്കിൽ വയനാട്ടിലെ കണക്ക് പരിശോധിച്ചപ്പോൾ ഒഴിവുക്ക് എന്ന് പറയുന്നത് തുച്ഛമായ നമ്മളല്ല. മറ്റു വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദിവാസികൾക്ക് മുമ്പ് എന്താണ് ഉണ്ടായിരുന്ന തൊഴിലുറപ്പിന്റെ നിരക്ക് അത്രയും തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അത്തരത്തില് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തില് ഈ ഒരു സമ്പ്രദായമായിട്ട് നിന്നു പോകാൻ വേണ്ടി പറ്റാത്തത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇപ്പൊ നമ്മൾ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ആവട്ടെ, അല്ലെങ്കിൽ അധ്യാപകരുടെ ഭാഗത്തുനിന്നുള്ള ഇടപെടലാവട്ടെ, രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നുള്ള ഇടപെടലാവട്ടെ, അതിന് മാറിയിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികള്, നമ്മുടെ കുട്ടികള് വിദ്യാഭ്യാസ ചുറ്റുപാടുകൾ, അല്ലെങ്കിൽ സ്കൂളുകളിലുള്ള ഒരു സാംസ്കാരിക സാമൂഹിക പരിസ്ഥിതികളിൽ അവർക്കൊരു മുന്നേറ്റം സാധ്യമാക്കാത്തത്? അപ്പൊ ഇതൊക്കെ നമ്മൾ മുന്നോട്ട് കുറെ ചോദ്യങ്ങൾ മാത്രം, കുറെ ചോദ്യങ്ങളിൽ നിന്നാണ് പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കണ്ടെത്തേണ്ടി വരും. അല്ലെങ്കിൽ പക്ഷെ അങ്ങനെയാണ് നമുക്കൊക്കെ ഒരു ഓൾട്ടർനേറ്റീവ്, അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയാ, ഒരു പരിമിതികളെ മനസ്സിലാക്കുകയും ആ പരിമിതികളെ പരിശോധിച്ചുകൊണ്ട് അവർക്ക് കൃത്യമായ രീതിയിലുള്ള പരിഹാരങ്ങൾ നിശ്ചയിക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇടപെടലുകൾ നമ്മുടെ ദശാബ്ദങ്ങളായിട്ട് നമ്മൾ വയനാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇപ്പോഴും ഗോത്ര
രാഷ്ട്രീയപരമായി ആദിവാസി ജനത, ഗോത്ര ജനത എന്ന് പറയുന്നതിന്റെ ഒരു രാഷ്ട്രീയ ചുറ്റുപാട് നമ്മൾ പരിശോധിക്കേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പിന്നോക്കാവസ്ഥ, വിദ്യാഭ്യാസപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥ ആദിവാസി കുട്ടികളിൽ മാത്രം നിലനിൽക്കുന്നത്? അപ്പൊ അവിടെയാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടി വരുന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ ചരിത്രപരമായിട്ടും സാമൂഹ്യപരമായിട്ടും വയനാട്ടിലുള്ള ഗോത്ര വിഭാഗങ്ങൾ ഏത് രീതിയിലാണ് അവരൊരു ദൈനംദിന ജീവിത സംസ്കാരം, അവരുടെ ഒരു ജൈവസംസ്കാരം, പലരുടെ ഒരു ജീവിത രീതി, സംസ്കാരം, ഇതൊക്കെ ഏത് രീതിയിലാണ് രൂപപ്പെടുത്തിയിരുന്നതെന്നും അത് എങ്ങനെയാണ് കാലാന്തരങ്ങളായി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ദശാബ്ദങ്ങളായി പല രീതിയിലുള്ള സാംസ്കാരിക സംഘടനകൾക്ക് വിധേയമായിട്ടുള്ള വയനാട് എന്ന് പറയുന്ന പ്രദേശം ആദിവാസി ജനതയുടെ ഉന്നമനത്തിന് അല്ലെങ്കിൽ അവരുടെ ഒരു പുരോഗതിയുമായിട്ട് ഏത് രീതിയിലാണ് ഇടപെട്ട പ്രദേശങ്ങളുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോൾ വിഭാഗം തമ്മിലുള്ള സംഘർഷമുള്ള രീതിയല്ല, എല്ലാ വിഭാഗങ്ങളും ചേർന്ന് എത്തുന്ന ഒരു സംഘടനമായിട്ടുള്ള ആ ഒരു പ്രദേശത്ത് എങ്ങനെയാണ് എല്ലാ വിഭാഗം ആൾക്കാരും മുന്നോട്ട് വരുന്ന സ്ഥലത്ത് ആദിവാസി കുട്ടികൾക്ക് മുന്നോട്ട് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും അത് പലപ്പോഴും ഒന്നുകിൽ ഒഴിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു താല്പര്യമില്ലാതെ അങ്ങനെ നിൽക്കുന്നു, അല്ലെങ്കിൽ വേറെ രീതിയിൽ നമ്മൾ പലരും പരിശ്രമിച്ച് ചിലപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ടാവാം. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള അനുഭവങ്ങളാണ് ഗോത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. നമ്മളൊരു നമ്മളൊരു ചെറിയൊരു 5 കോടിയുള്ള മാനന്തവാടിയുള്ള ഒരു 3 ആദിവാസി ഊരുകളിലുള്ള കുട്ടികളൊക്കെ പരിശോധിച്ചാൽ എല്ലാ ഊരുകളിലും കുട്ടികളുണ്ടാകും. ഈ തലമുറയിൽ നിന്ന് തൊട്ട് മുമ്പിൽ തലമുറ, ഈ തലമുറയിൽ നിന്നുള്ള ഒഴിഞ്ഞുപോക്ക് എന്തുകൊണ്ട് ഗോത്രവിഭാഗങ്ങൾക്ക് സംഭവിച്ചു? ഇപ്പൊ നമ്മൾ നോക്കുന്നത് OBC വിഭാഗമായിട്ട് നോക്കി കഴിഞ്ഞാൽ, തീരെ നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റ് പാർട്ടിസാൻ വിഭാഗങ്ങളുടെ ആൾക്കാർക്ക് അവരുടെ സ്വഭാവം ഉണ്ടായിരുന്നില്ല കാലങ്ങളിലായി. പക്ഷെ ഇപ്പോഴത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ ജനറേഷൻ ഇത് മാത്രമാണ്. പുതിയ ജനറേഷൻ അവർ PhD വെച്ചിട്ടുണ്ട്, സ്വന്തമായി ബിസിനസ് തുടങ്ങുന്നുണ്ട്, സ്വന്തമായി പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ നോക്കിയാൽ മതി. അപ്പൊ അതെന്തിനാണ് നമ്മൾ വയനാട്ടിലെ ആൾക്കാരുടെ മോബിലിറ്റികൾ സംഭവിച്ചിട്ടുള്ളത്? പലതരം തൊഴിൽ മേഖലകളിലുണ്ട്, പലതരം തൊഴിൽ മേഖലകൾ മാറി മാറി വന്നു. അവരുടെ കുടുംബങ്ങളിൽ നിന്ന് ഉന്നമനങ്ങളുണ്ടായി, പിന്നെ മൊബിലിറ്റി ഉണ്ടാവുകയും അത് അത്തരത്തിലൊരു ഉയർച്ച ആളുകൾ സാധ്യമായിട്ട്. പക്ഷെ നോക്കൂ, നമ്മൾ ആവാസങ്ങളെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ നിരക്ക് വരുത്താം, ഗവൺമെന്റ് ജോലി നിരക്ക് വരുത്താം, സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയത് വരുത്താം, അല്ലെങ്കിൽ സ്വന്തമായി ഏതെങ്കിലും രീതിയിലുള്ള സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയത് വരുന്നത്, അല്ലെങ്കിൽ പൊതു രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായ നേതൃസ്ഥാനങ്ങളിലുള്ള എത്ര പേര്, അധ്യാപകരായ എത്ര പേര്, സ്കൂൾ അധ്യാപകരായ എത്ര, യൂണിവേഴ്സിറ്റി അധ്യാപകരായ എത്ര പേര്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ പഠനം നേടാൻ അവസരം നേടിയത് എത്ര പേര്. അപ്പൊ ഇങ്ങനെ കണക്കുകൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഒരു കോമൺ സെൻസിക്കലായിട്ട് പറഞ്ഞ ഉപയോഗമായിട്ട് നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയൊരു കമ്മ്യൂണിറ്റി വൈസ് ഡാറ്റ എടുത്ത് കൊടുക്കുമ്പോൾ ഓരോ പറഞ്ഞത് മാത്രം സാധ്യമാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ അവിടെ നമുക്ക് കുറെ ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടി വരും, അല്ലെങ്കിൽ കുറെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് ഒന്നാമത്തെ ചോദ്യം നമ്മുടെ ഭാഷയുടെ സമയത്ത് ഞാൻ പോയി സംസാരിക്കാൻ പറ്റും. സാറേ, അരമണിക്കൂറാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിനിടയ്ക്ക് കുറച്ച് സമയം ലാഗ് ചെയ്തത് അതുകൂടി കൂട്ടി. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് നമ്മുടെ ആദിവാസി ഗോത്ര വിഭാഗങ്ങളിലെ കുട്ടികള് സ്കൂളുകളിൽ അനുഭവിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ അനുഭവം എന്താണെന്ന് പരിശോധിക്കുന്നതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത്. എപ്പോഴും നമ്മൾ അങ്ങനെയാണ്, നമ്മളൊരു സ്ഥലത്ത് നമ്മൾ നിൽക്കുക, നമുക്കൊരു ജോലി ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാകുക, നമുക്കൊരാൾ പറഞ്ഞു തരുന്നു, നമുക്കൊരാൾ സപ്പോർട്ട് ചെയ്യുന്നു, അധ്യാപകർ നമുക്ക് മോട്ടിവേഷൻ തരുന്നു, അതിനുശേഷം നമ്മൾ നമ്മുടേതായിട്ടുള്ള എഫേർട്ട് ഇടുന്നു, അതിനുശേഷം നമുക്ക് നാളെ ഇതാവണം, മറ്റന്നാള് ഇങ്ങനെ ഒരു ജോലി കിട്ടണം, ഇതേ ജോലി കിട്ടിയിട്ട് ഇതിൽ പോകണം, അങ്ങനെയാണ് നമ്മൾ ഒരു സാമൂഹ്യ മൊബിലിറ്റി എന്ന് പറയുന്ന സോഷ്യൽ മൊബിലിറ്റിയെ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ ഒരു ഇമാജിനേഷൻ, അതായത് ഇന്ന കോഴ്സ് കഴിയണം, അത് കഴിഞ്ഞിട്ട് ഇന്നേ ജോലി കിട്ടണം, ഇങ്ങനെ ഒരു ഇമാജിനേഷൻ ആ ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്ക് പറ്റുന്നുണ്ട്. ആ ഇമാജിനേഷൻ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്, അത് ഉണ്ടാവുന്നില്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഓരോ ചോദ്യമാണ്. ഈ ചോദ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ
തടസ്സങ്ങൾ ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞത് സങ്കല്പങ്ങൾ ഇല്ലാന്നല്ല. ഇത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ ഇതൊക്കെ നമ്മൾ സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും പറയുന്നത് ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ അങ്ങനെയൊക്കെ അധ്യാപകരാണ് എന്നുള്ളത്. പക്ഷെ അതിനുപരിയായിട്ട് ഇപ്പൊ പല കുട്ടികളും പല കോഴ്സുകളുണ്ട്. ഇപ്പൊ നമ്മുടെ പ്രശ്ന കുട്ടികളോട് ചോദിച്ചാൽ അവര് ഭയങ്കര അപ്ലൈഡ് ആയിട്ടുള്ള ഡിസിപ്ലിനെ പറ്റിയാണ് സംസാരിക്കുക. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പറയും, അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളെ പറ്റി പറയും. അങ്ങനെ വളരെ അപ്ലൈഡ് ആയിട്ടുള്ള അവർക്ക് അതിനുള്ള എക്സ്പോഷർ ഉണ്ട്. ആ എക്സ്പോഷറിലൂടെ അവർക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതിനുള്ള ഒരു സാമൂഹിക മൂലധനം ആ കുട്ടികൾക്കുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു സാമൂഹിക മൂലധനം പുറത്തുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ ആ ഒരു സാമൂഹിക മൂലധനം ഉണ്ടാകേണ്ട, അല്ലെങ്കിൽ അതിന് പരിഹാരമായിട്ട് നിർത്തേണ്ട ഒരു വിമോചനത്തിന്റെ ചുറ്റുപാട് നമ്മുടെ വിദ്യാഭ്യാസങ്ങളിൽ സ്ഥാപനങ്ങൾ ഉണ്ടാകും, നമ്മുടെ വിദ്യാലയങ്ങളിൽ ഉണ്ടാകും. അധ്യാപകർ ഉൾപ്പെടെ സഹവിദ്യാർത്ഥികൾ ഉൾപ്പെടെ അതിന് ചുറ്റുപാടുള്ള ആൾക്കാർ ഉൾപ്പെടെ ഉച്ചക്ക് ചോറ് കിട്ടുന്ന കട ഉൾപ്പെടെ ചായ കുടിക്കുന്ന അല്ലെങ്കിൽ മുട്ട കഴിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ അത്തരത്തിൽ അവർ തുല്യത എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ അവർക്ക് സാംസ്കാരികമായിട്ട് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും തുല്യമായി തുല്യമായി ഇടപെടാനുള്ള വിവേചന രഹിതമായി അല്ലെങ്കിൽ വിവേചനങ്ങളില്ലാതെ അവിടെ ഇടപെടാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ശ്രമിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് കിട്ടുന്ന ഉത്തരം നമ്മൾ ഒരു അധ്യാപകരുടെ കൂടുതൽ പഠിപ്പിക്കാനുള്ള എഫർട്ട് മാത്രമായിരിക്കില്ല അതിന്റെ ഉത്തരം. അപ്പൊ അവിടെ നമ്മൾ പൊതുസമൂഹം കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. നമുക്ക് കൂടി ഉത്തരവാദിത്തം ഇപ്പം ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസ പുരോഗതി ഇല്ലാത്ത ഒരു കാലത്ത് കൊണ്ട് കേരളം എന്ന് പറയുന്ന ഇത്രയും മികച്ച ഫിൻലൻഡ് പോലെ മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന് സാധിച്ചിട്ടുള്ളത് അവിടെയുള്ള ജനങ്ങൾക്കിടയിലുള്ള ഒരു ബോധത്തിൽ ഉണ്ടായിരുന്ന മാറ്റാണ്, ഒരു കോൺഷ്യസ്നെസ് ഉണ്ടായിരുന്ന മാറ്റാണ്. അപ്പം അവിടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഓരോ കാര്യങ്ങളെ പറ്റി കൂടുതൽ ഇടപെടുകയും വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കുകയും ദാരിദ്ര്യമാവട്ടെ, ജാതിപരമായിട്ടുള്ള ഭിന്നങ്ങളാവട്ടെ, അല്ലെങ്കിൽ ലിംഗപരമായിട്ടുള്ള വിവേചനങ്ങളാവട്ടെ, ഇതിനൊക്കെ പ്രതിനിധി എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ പൊതുസമൂഹത്തിൽ എങ്ങനെയാണ് ഒരു പൗരൻ ജീവിക്കേണ്ടത്, അവിടെ ഉണ്ടാകുന്ന അധികാരങ്ങളും അധികാര നിഷേധങ്ങളും എന്തൊക്കെയാണ്. അപ്പൊ അത്തരത്തിലുള്ള അതിലൂടെ കടന്നു വന്ന് അവരുടെ മോദം സാധ്യമാക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ എന്ന് പറയുന്നത് വളരെ വിമോചനാത്മകമായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള വിമോചനാത്മകമായിട്ടുള്ള ഒരു പരിപാടി വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു കേരളത്തിലുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക പദ്ധതി ആദിവാസി വിഭാഗങ്ങൾക്കും വിമോചനത്തിന് ഉതകുന്ന രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ള പ്രശ്നപരമായിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ ഡാറ്റ എപ്പോഴും പരിശോധിക്കുകയാണെങ്കിൽ ഇതില്ല എന്നാണ് ഉത്തരം. നമ്മൾ എടുത്തു നോക്കാം. 1-2 കമ്മ്യൂണിറ്റികളിൽ നിന്നുള്ള ഗവൺമെന്റ് ജോലികളിൽ ആൾക്കാരെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ 12-14 ആദിവാസി വിഭാഗങ്ങളിലൂടെ നമ്മൾ ഡാറ്റ എടുത്തുകൊണ്ട് നമുക്ക് ഉത്തരം കിട്ടും. അപ്പം അത് എന്തുകൊണ്ടാണ് നമുക്ക് സാധ്യമാകാത്തത്? എന്തുകൊണ്ടാണ് നമ്മളിപ്പോഴും ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ അധ്യാപകർക്ക് ഊരുകളിലേക്ക് പോകേണ്ടി വരുന്നത്? എന്താണ് ഊരുകൾ എന്ന് പറയുന്നത്? പ്രത്യേക സങ്കേതമായിട്ട് മാറുന്നത്. അപ്പൊ അവിടെയുള്ള താമസ ചുറ്റുപാടുകളാണോ അതിലുള്ളതിന്റെ, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട തടസ്സങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ പ്രധാനമായും നമ്മൾ അവിടെ ഉണ്ടാകുന്ന തടസ്സങ്ങളെ മാത്രമാണ് എപ്പോഴും ചിന്തിക്കുക. നമ്മൾ ചിന്തിക്കുന്നത് ഈ തടസ്സങ്ങളല്ലാതെ എല്ലാ മനുഷ്യർക്കും സാധ്യത ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അവരുടെ സാധ്യതകൾ കണ്ടെത്താൻ വേണ്ടി ഉണ്ടായിരുന്ന ഒരു സാമൂഹ്യ പരിതസ്ഥിതികള് ആദിവാസി വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് കൂടി അത്തരത്തിലൊരു സാധ്യതയാണ് നമ്മൾ സാധിച്ചിരുന്നതാണ്. അപ്പൊ ആ സാധ്യത എല്ലാ വിഭാഗം ആൾക്കാരും അതിനെ ഉപയോഗിച്ചുകൊണ്ട് അവർക്കുള്ള ഒരു സാമൂഹ്യ ചലനാത്മകത ഉണ്ടാവുകയും വോട്ടർ വിഭാഗങ്ങളിൽ മാത്രം അത് ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേവലം വിദ്യാഭ്യാസ പദ്ധതിക്കോ കേവലം ഒരു സമൂഹത്തിനോ അല്ലെങ്കിൽ കേവലം ഒരു നയ അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്നുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പോരായ്മകളല്ല. അതുണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള മേഖലകളിലും കൂടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള മേഖലകളിൽ നിന്നും ഉണ്ടാകുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഒന്നിൽ നിന്നുണ്ടാകുന്ന സങ്കീർണതയാണ്. ആ കോംപ്ലക്സിറ്റിയാണ് ശരിക്കും ആദിവാസി വിഭാഗങ്ങളിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു വിമോചന ബിരുദം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അത് നമുക്ക് അറിയാമല്ലോ. നമ്മൾ 10ാം ക്ലാസ് പാസ്സായി നമ്മൾ ഡിഗ്രി എടുത്തു, ബി.എഡ് എടുത്തു, അത് സ്കൂളിൽ ടീച്ചറായി. അത് നമുക്ക് അതിനുള്ള ചുറ്റുപാട് നമുക്ക് സമൂഹം തരുന്നുണ്ട്. അല്ലെങ്കിൽ അതിനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് ചുറ്റുപാട് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ അതിനുള്ള സാമൂഹികവും സാംസ്കാരികമായ മൂല്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ പെടുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഇത്തരത്തിലുള്ള ചുറ്റുപാടുകളിൽ അവരവരുടെ വിമോചനത്തിന്റെ സാധ്യതകൾ
ഉണ്ടോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. അത് വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് പരിമിതമാണ് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. അപ്പൊ അങ്ങനെയാണ് നമ്മൾക്ക് തോന്നുന്നത് നമ്മൾ ഈ ഒരു ആദിവാസി വിഭാഗങ്ങളുടെ ഒഴിഞ്ഞുപോക്ക് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു അവസ്ഥയെ നമ്മൾ പരിശോധിക്കേണ്ടത്. തീർത്തും പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ ങ്ങളിൽ തോന്നുന്നു എന്ന് മാത്രമല്ല, മറിച്ച് എന്തുകൊണ്ട് കുട്ടികൾക്ക് ഈ വിദ്യാഭ്യാസ സമ്പന്നമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല എന്ന് കൂടിയാണ്. ആ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിന്റെ ഉത്തരം രണ്ട് തരത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഒന്ന്, കുട്ടികൾക്കുള്ള പ്രശ്നങ്ങളാവാം, രണ്ടാമത് ഈ ഒരു സമ്പത്തായിട്ടുള്ള പ്രശ്നങ്ങളാവാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം നമ്മൾ ഇത്രയും അടുത്തിട്ടുള്ള വോട്ടർമാരുടെ ആൾക്കാരെ മനസ്സിലാക്കുമ്പോഴും ഈ സമ്പ്രദായത്തിൽ ഈ ഒരു പല വിഭാഗങ്ങളിലുള്ള പിന്നോക്ക വിഭാഗങ്ങളുടെ കുട്ടികളുടെ അവരുടെ ആസ്പിറേഷൻ, അവരുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പീരിയൻസിനെ ഒരു സാധ്യതയാക്കി മാറ്റുന്നതിന് വേണ്ടി നമ്മൾ സമ്പ്രദായങ്ങൾക്ക് വേണ്ടിയില്ല എന്നുള്ളതാണ് ഉത്തരം. ഇപ്പൊ നമ്മള് പാഠ്യപദ്ധതികളെ പറ്റി പറയുന്നത്, നമ്മള് പഠിക്കുന്നതിനെ പറ്റി എന്തൊക്കെയാണ് നമ്മൾ സ്കൂളിൽ സംഭവിക്കുന്നത്? അധ്യാപകൻ, പാഠപുസ്തകങ്ങള്, കൂട്ടുകാര്, അതിന്റെ ചുറ്റുപാട്, കുറെ ഡൊമൈൻസ് ആണ് പാഠപുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അധ്യാപകർ, പെഡഗോജി എന്ന് പറയുന്നത്, കരിക്കുലം എന്ന് പറയുന്നത്, പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഇതൊക്കെ ഓരോതരം സംവേദനങ്ങളാണ്. ഈ ഡൊമൈനിൽ ആൾക്കാർ ഒന്നിച്ച് വരുന്ന സമയത്ത് ഇത് ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് നമുക്കൊരു മോട്ടിവേഷൻ കിട്ടണം. നമുക്കൊരു നമ്മുടെ സാധ്യത എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയുള്ള സാധ്യത അല്ലെങ്കിൽ അതിനൊരു ചുറ്റുപാടുണ്ടാവും. അതവിടെ ഉണ്ടോ? നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടോ? നമ്മുടെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ അത്തരത്തിൽ നമുക്ക് കുട്ടികളെ അവരവരുടെ താല്പര്യത്തിനും അല്ലെങ്കിൽ അവരവരുടെ ആഗ്രഹങ്ങൾക്കും ഉതകുന്ന രീതിയിലുള്ള ഒരു ഉന്നമനം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ടോ? അധ്യാപകർ എന്ന രീതിയിൽ നമ്മൾ സാമൂഹ്യ പ്രവർത്തകർ എന്ന രീതിയിൽ നമുക്ക് പറ്റുന്നുണ്ട്. അത് പറ്റുന്നില്ലെങ്കിൽ അവിടെയും നമ്മൾ പിന്നീട് ചോദിക്കുക, അവിടെയുള്ള പ്രശ്നങ്ങൾ നിൽക്കുക. അപ്പൊ അവിടെയൊക്കെയാണ് പലപ്പോഴും ഈ പറയുന്ന പല പ്രശ്നങ്ങളും വരിക. സാമൂഹ്യപരമായിട്ടുള്ള അവഗണന ആദിവാസി വിഭാഗങ്ങളുടെ കുട്ടികൾ നേരിടുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള മുൻവിധികൾ ഈ കുട്ടികൾ അനുഭവിക്കുന്നുണ്ടോ? ഇതൊക്കെ പ്രശ്നമാണ്. അവഗണന ഒരു പ്രശ്നമാണ്, മുൻവിധി ഒരു പ്രശ്നമാണ്, പിന്തുണ ഒരു പ്രശ്നമാണ്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമുക്കിപ്പോൾ ഒരു ക്ലാസ്സിലുള്ള ഒരു ബെഞ്ചിലുള്ള 10 പേരോട് 8 പേരോടും വളരെ പ്രോആക്റ്റീവായിട്ട് ഇടപെടുകയും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുകയും ഈ 2 കുട്ടികളോട് നമ്മൾ ഒരു ഉത്തരം പറയില്ല, അതുകൊണ്ട് നമ്മൾ ചോദ്യം ചോദിക്കില്ല. അങ്ങനെ അവസ്ഥയിലൂടെ നമ്മൾ അധ്യാപകരെ ബന്ധപ്പെട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികൾക്ക് എന്താണ് ആ ക്ലാസ്സിൽ ഉണ്ടാവും? സ്വാഭാവികമായിട്ടും അത്തരത്തിൽ സന്ദർഭം ചേർക്കുണ്ടാവാം. ഇപ്പൊ ഞാനിപ്പോ എന്റെ ഒരു ഗവേഷണത്തിന്റെ സമയത്തൊക്കെ പലരും പല അധ്യാപക സുഹൃത്തുക്കൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർക്കുള്ള പ്രത്യേകിച്ച് വലിയ രീതിയിൽ കണക്കൊന്നും ചെയ്യുന്നതിനുള്ള കഴിവില്ല, സയൻസ് വിഷയങ്ങളിൽ ഭയങ്കരമായിട്ട് പിന്നോക്കമാണ്. അപ്പൊ അങ്ങനെ ശരിക്കും നമ്മൾ മുൻപിലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കാര്യങ്ങളെ അല്ലെങ്കിൽ നമ്മളെ ചുറ്റുപാടിനെ നമ്മൾ മനസ്സിലാക്കുന്നത് അതിലൊരു ഞാൻ 10 മിനിറ്റ് കൂടെ എടുക്കാം കേട്ടോ. ഇവിടെ കറണ്ട് അപ്പം നമ്മുടെ പരിശോധിക്കാം. അപ്പം നമ്മുടെ അധ്യാപകർ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ കുട്ടികൾ പഠിക്കാൻ പിന്നോക്കാം, ഈ കുട്ടികൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമ്മൾ പറയുമ്പോൾ നമ്മൾക്ക് ഭാഷ ഒരു പ്രശ്നമുള്ളത് നമുക്കറിയാം. സ്വാഭാവികമായിട്ടും സ്വരാജ് വിഭാഗങ്ങൾ പലതരം ഡയലക്റ്റുകൾ പഠിച്ചെ സംബന്ധിച്ചിടത്തോളം, പട്ടായത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഷ സന്ദേശങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു ഭാഷ സംസ്കാരമുണ്ട്. പക്ഷെ നമ്മളൊരു പഠനത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും മുഖ്യമായ മലയാളത്തോട് മലയാളത്തിൽ ജീവിക്കുന്നതാണ് കഴിയുന്നത്. പക്ഷെ അതിനുപരിയായിട്ട് നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസ അറിവ് എന്ന് പറയുന്നത് അത് പലപ്പോഴും കോമ്പാറ്റബിൾ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ മലയാളത്തിലോ മാത്രമുള്ള ചോദ്യമല്ല, ഗ്ലോബലി ഇന്റർനാഷണലി ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മളൊരു മോഡേൺ കരിക്കുലം എന്ന് പറയുന്നത്
രീതിന്റെ ഒരു മോഡലിനെ പിൻപറ്റിയിട്ടോ അപ്പൊ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ അല്ലെ അത്തരത്തിലുള്ള വിദ്യാഭ്യാസ രീതികളൊക്കെ പലപ്പോഴും നമുക്ക് അതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റാതെ അതായത് വളരെ എലീനായിട്ട് അല്ലെങ്കിൽ വളരെ ക്ലാസ് റൂമുകളിലും ആ ക്ലാസ് റൂമിൽ ഉണ്ടാകുന്ന പഠന പ്രവൃത്തികളിലും പഠന അറിവുകളിലും പലപ്പോഴും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റാതെ വരും. അപ്പൊ അവിടെ അതിന് മോശത്തിന് സാധ്യമാക്കേണ്ടത് അധ്യാപകരുടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ് അത് ആ പ്രവൃത്തിയിലേക്ക് അത് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. എപ്പോഴും നമുക്കറിയാം നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നടുവിൽ കുഴി ഉണ്ടെങ്കിൽ നമുക്ക് പാലിട്ട് കൊടുക്കണം. അത് വളരെ നിർബന്ധമാണ്. അപ്പൊ ആ പാലം ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത്. ആ പാലം എത്രത്തോളം ശക്തമായിട്ടുള്ളത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. സിമെന്റിലാണെങ്കിൽ സിമെന്റ് മഴ കൊണ്ടാണ് വരുന്നത്. പക്ഷെ ആ പാലം എന്ന് പറയുന്നത് ആ ചലനം സാധ്യമാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു സപ്പോർട്ട് അധ്യാപകരുടെ ഭാഗത്ത് നമുക്ക് ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെ ഇതൊക്കെ നമുക്ക് പരിശോധിക്കപ്പെടുന്നു. ഞാനിപ്പോ പോയിട്ടില്ല എന്നല്ല പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള സാഹചര്യം വിദ്യാലയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനെ നമുക്ക് ഏത് രീതിയിൽ അഡ്രസ് ചെയ്യാനുള്ളതാണ്. അപ്പൊ അതിൽ സംബന്ധിച്ചിടത്തോളം ഡയറ്റ് ഒക്കെ ഒരുപാട് എഫേർട്ട് നടന്നിട്ടുണ്ട്. ഇപ്പൊ വയനാട്ടിലെ താഴ് പോലെയുള്ള ജയില് പോലുള്ള ഒരുപാട് പുസ്തകങ്ങളൊക്കെ ആ ഒരു ബ്രിഡ്ജിനെ സാധ്യമാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഡിക്ഷണറികൾ അല്ലെങ്കിൽ ഓരോ ഗോത്രവിഭാഗങ്ങളും അവരുടെ പാട്ടുകളും വിദ്യാലയങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ പരിപാടികളൊക്കെ വേറെ ഒരു രീതിയിൽ നമുക്കൊരു എഫേർട്ടുകൾ സാധ്യമാകുന്നു. അല്ലെങ്കിൽ പലതരത്തിലുള്ള പരിശ്രമങ്ങൾ അവിടെയൊക്കെ നടന്നിട്ടൊക്കെ. അപ്പൊ അതിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ചില പോസിറ്റീവായിട്ടുള്ള ചില മുന്നേറ്റങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടത് എന്തൊക്കെയാണ്, അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ നേടാൻ വേണ്ടി പറ്റും, അതിൽ നിന്ന് എത്രത്തോളം കാര്യങ്ങൾ നമുക്ക് ഇനിയും എടുക്കാൻ വേണ്ടി സാധ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചുകൊണ്ട് ഒരു വളരെ കൃത്യമായിട്ടുള്ള സമഗ്രമായ രീതിയിലുള്ള ഒരു ഇടപെടലുകൾ നമുക്ക് ഉണ്ടാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ അത് പാഠ്യപദ്ധതികളിൽ നിന്നുള്ള മാറ്റം ആ ഒരു കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാവണം, അല്ലെങ്കിൽ പഠന രീതികളിൽ നിന്നുള്ള മാറ്റം അധ്യാപകനിൽ ഉണ്ടാവണം. അപ്പൊ അങ്ങനെ ഒരു സമഗ്രമായ രീതിയിലുള്ള ഒരു ഇടപെടലുകളാണ് ഈ ഒരു വിഷയത്തിൽ വേണ്ടി വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ പ്രത്യേകിച്ചും സമൂഹങ്ങളിലുള്ള ഓരോ കമ്മ്യൂണിറ്റിയിലും ഓരോ വിഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ മികച്ച രീതിയിലുള്ള മുന്നേറ്റം സാധ്യമാകുമ്പോൾ സ്വാഭാവികമായിട്ടും
അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതിനെ പറ്റി ആലോചിക്കുക എന്നുള്ളതാണ്. അപ്പം എല്ലാ തരത്തിലും ഏതൊക്കെ മേഖലകളിൽ നമുക്ക് ഇടപെടലുകൾ നടത്തണം, ആ മേഖലകളിലൊക്കെ ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം ആ രീതിയിലുള്ള ഒരു എഫേർട്ട് സമൂഹത്തിന്റെ ഭാഗത്തുള്ള ആൾക്കാരുണ്ട്. അതായത് അധ്യാപകർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും വിദ്യാഭ്യാസ പ്രവർത്തകർക്കും രക്ഷിതാക്കളെടുക്കുന്നു കമ്മ്യൂണിറ്റിയിലെടുക്കുന്നു എല്ലാ തരത്തിലുള്ള എല്ലാ വിഭാഗങ്ങളും പെടുന്ന ആക്റ്റീവായിട്ടുള്ള പൗരസമൂഹം ഉണ്ടാവണമെന്നുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു മാറ്റമാണ് വിദ്യാഭ്യാസ സാധ്യതയിൽ കാണേണ്ടത്. ആ സാധ്യത കണ്ടെത്തിയ എല്ലാ വിഭാഗങ്ങളെയും പോലെ പുറത്തെ വിഭാഗങ്ങളിൽ നിന്നും അവർ സാധ്യത മനസ്സിലാക്കുന്ന സാഹചര്യം ഉണ്ടാവണം. ഒഴിഞ്ഞുപോക്കും പറഞ്ഞുപോക്കും തിരിഞ്ഞോടലുമില്ലാത്ത ഒരു എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംവേദനമാക്കി നമ്മുടെ വിദ്യാഭ്യാസ ചുറ്റുപാടുകൾ മാറണം. ഇത് മാത്രമാണ് പറയാനുള്ളത്. അപ്പം ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. വളരെ വളരെ പെരുമാറായിട്ട് അല്ലെങ്കിൽ പുറമേലോട്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ശരീരത്തിലെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. അപ്പം സർക്കാർ ഇവിടെ നിർത്തും. താങ്ക് യു മനോജ് സാർ. സാങ്കേതിക വിഷയങ്ങളിനിടയിലുണ്ടായെങ്കിൽ പോലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കൃത്യമായ ഒരു ദിശാബോധം നമുക്ക് തരാൻ വേണ്ടി സാറിന്റെ പ്രഭാഷണം സാധിച്ചിട്ടുണ്ട്. ഒരു വിവേചനരഹിതമായ ഇടപെടൽ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് സാറോട് സൂചിപ്പിച്ചിട്ടുള്ളത്. ക്ലാസ് റൂം ആണെങ്കിലും അതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ എന്തെങ്കിലും ജാതീയമായ വേർതിരിവുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളടക്കം സാറോട് സൂചിപ്പിച്ചു. ഇപ്പോൾ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു വിശകലനവും സ്വയം വിമർശനപരമായിട്ടുള്ള ഇടപെടലും അധ്യാപക സമൂഹത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും ഭാഗത്ത് നിന്നുണ്ടാകണമെന്ന് കൂടിയാണ് സാർ സൂചിപ്പിച്ചത്. തുടർന്ന് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനായിട്ടുള്ള പ്രൊഫസർ പി ഹരീന്ദ്രനെ ക്ഷണിച്ചു.